പ്രശാന്തട്ടെ, ബംഗ്ലാദേശിൽ നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയാകുന്നതിന് മുമ്പ് തന്നെ, അതായത് കലാപം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന വിരുദ്ധരായിട്ടുള്ള ആളുകൾ പ്രകടനം നടത്തി, തെരുവിലിറങ്ങി. UAE പോലുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞ് പിടിച്ചകത്താക്കും, മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് പറഞ്ഞ് ഇവിടെ വില കാണിച്ചാൽ പിടിച്ചകത്താക്കും എന്ന് പറഞ്ഞു. US അങ്ങനെ പലയിടങ്ങളിൽ ഇവർ പ്രകടനം നടത്തി. പിന്നീട് കലാപത്തിലേക്ക് പോയി. ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയായി. നമുക്ക് ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ, ഒരുപാട് ബംഗ്ലാദേശികളുള്ള രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ധാരാളം ആളുകളുണ്ടല്ലോ. ഇപ്പോഴും അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അഭയാർത്ഥികളായിട്ട് വരുന്നു. പിന്നെ അല്ലാതെ തന്നെ ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ കലാപം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായതിനു ശേഷം നടക്കുന്ന സമയത്തും ബംഗ്ലാദേശിനെതിരെ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഒരു ആൾ പോലും, അതായത് ഒരു ബംഗ്ലാദേശി പോലും, ബംഗ്ലാദേശി പൗരൻ പോലും തയ്യാറായില്ല. പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടാവാം. കാരണം അമേരിക്കൻ ഹൈക്കമ്മീഷൻ, ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഇവിടെ പ്രകടനം നടത്തി. ഷെയ്ഖ് ഹസീനയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള എടുത്തു കളഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ UK പ്രകടനം നടത്തി. അവർ പറഞ്ഞ് ഇനിയും ഈ മാതിരി കാര്യങ്ങൾ ആവർത്തിച്ചാൽ അകത്ത് ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും അതിൻ്റെ രണ്ടു കൂടി ജനമുണ്ട് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ. നമ്മുടെ പശ്ചിമ ബംഗാൾ പോലുള്ള സ്ഥലത്ത് അനൗദ്യോഗികമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഈ വിഷയം വന്നപ്പോൾ മമതാ ബാനർജി ഒന്ന് പതറിയത്. കാരണം അവരുടെ പുതിയ മാപ്പ് കണ്ടപ്പം പശ്ചിമ ബംഗാൾ പുതിയ ബംഗ്ലാദേശ് കൊണ്ടുപോകുമെന്നുള്ളൊരു തോന്നൽ. അവരുടെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹം ബംഗ്ലാദേശിനോട് കൂടെ കൂടുമെന്നുള്ളതല്ല, ഒരു പശ്ചിമ ബംഗാൾ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അതിലെ ഒരു പ്രധാനമന്ത്രിയൊക്കെ ആവാനുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. അതാണല്ലോ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളല്ലല്ലോ കോടതി വിധി വന്നാലും, അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങളും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ എന്നും തള്ളിപ്പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു സമീപനമുണ്ട്. അതിനകത്ത് ആ ഒരു താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ കാരണം പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശിനോട് കൂടി ചേരുമോ? കാരണം വെളിയിൽ നാൾ വേണ്ട, അകത്താളുണ്ട്. അവരെ വിചാരിച്ചാൽ മതി. അപ്പോൾ അവർ പേടിച്ചു പോയി. ഞാനീ പറഞ്ഞത്, ഈ കലാപം ബംഗ്ലാദേശിൽ ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം നമ്മൾ കണ്ട. മധ്യപ്രദേശിൽ സൽമാൻ ഖുർഷിദ് അല്ലേ പറഞ്ഞു, അതിവിദൂരമല്ലാതെ മോദിയുടെ വസതിയും ജനങ്ങൾ കയ്യേറും. നിസ്സാരമായിട്ട് കേൾക്കാൻ സാധിക്കും. അല്ല, ഞാൻ അതാ ചോദിക്കുന്നത്. ഈ ബംഗ്ലാദേശിൽ നടന്നതുപോലെയുള്ള ഒരു കലാപം, അല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയെ പുറത്താക്കിയതുപോലെ ഇന്ത്യയിലും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഇവിടെ തന്നെ ഇല്ലേ? അവരുടെ ആഗ്രഹം ഇപ്പോൾ പുറത്തു വരുവാണ്. അല്ല, കുറേ ആളുകൾ ഇവിടെ തന്നെ ഇല്ലയെന്ന് ചോദിച്ചാൽ അവരുടെ പെട്ടെന്ന് നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അറിയാതെ പറയേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകത്തില്ല. അതാണ് ഇപ്പം കോൺഗ്രസിന്റെ നേതാവിന്റെ വായിൽ നിന്ന് വീണത്. ഇതിന് ഈ വർത്തമാനത്തെ പ്രതിരോധിച്ചിട്ടില്ല കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി. പലവട്ടം നമ്മൾ നോക്കുമ്പോഴും ഇന്ത്യക്ക് സമീപ പ്രദേശത്തുള്ള ദുർബല രാജ്യങ്ങളെ മൊത്തവും ഇന്ത്യക്ക് വിരുദ്ധമാക്കുന്ന ഒരു സമീപനം ചൈനയും, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും ബംഗ്ലാദേശിന് അമേരിക്കയെ പങ്കുണ്ട്, ചൈനയ്ക്ക് പങ്കുണ്ട്, പാകിസ്ഥാന് പങ്കുണ്ട്. അത് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ ലോകത്തെല്ലായിടവും സമാധാനവും ജനാധിപത്യത്തിനും വേണ്ടിയൊക്കെ സംസാരിക്കുന്ന അമേരിക്ക ഈ ഒരു വിഷയം വന്നതൊക്കെ അവിടുത്തെ ചെയ്തത് ശരിയാണെന്നുള്ള രീതിയിലാണെന്നുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടിങ് വരുന്നത്. അപ്പം അതിനകത്ത് അമേരിക്ക കൃത്യമായ പങ്കുണ്ട്. കാരണം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെ അനുകൂലിച്ചല്ല അവർ നിന്നത്. വളരെ കൃത്യമായിട്ട് ഇവരുടെ ഒരു 15 കൊല്ലത്തെ ഭരണം കൊണ്ട് അവരുടെ GDP ലെവലൊക്കെ എന്ന് പറഞ്ഞാൽ 2008 തുടങ്ങുമ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയാണ് ഇവിടുത്തെ GDP നിരക്ക്. അതുപോലെ ഡെയിലി GDP അന്ന് 1065 എങ്ങാണ്ടായിരുന്നു ഈ ഒരു ദിവസത്തെ ഡോളർ കണക്ക്. ഇപ്പം അത് 2000, പാകിസ്ഥാനെക്കാട്ടി 1000 കൂടുതലാണ്. അപ്പം ഒരു 15 കൊല്ലം കൊണ്ട് പാകിസ്ഥാനപ്പുറം ലോകത്തെ ഏറ്റവും വലിയ GDP നിരക്കിൽ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ബംഗാളി തുണി വ്യവസായം, ലോകത്തെ ഏറ്റവും കൂടുതൽ കയറ്റുമതിയുള്ള രാജ്യമാണ്. അപ്പം ഈ രാജ്യം അമേരിക്കയെ അംഗീകരിക്കാതെ പോവും, അമേരിക്കയുടെ പരിധിക്ക് നിൽക്കാതെ പോവുകയും പാകിസ്ഥാൻ്റെ പരിധിക്ക് നിൽക്കാതെ പോവുകയും ചൈനയ്ക്ക് അനുകൂലമല്ലാതെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. അവർക്ക് ഈ മോദിയുടെ ഒരു 10 കൊല്ലത്തെ ഈ രാജ്യത്തിൻ്റെ വികസനത്തിലൂന്നി രാജ്യത്തെ സ്നേഹിച്ചു പോകുന്ന ഒരു സമീപനത്തിൽ ആ കാഴ്ചപ്പാടിനോട് താല്പര്യമായിരുന്നു. അവർ ഇന്ത്യക്ക് പണ്ടും അവർക്ക് ആപത്ത് വന്നപ്പോൾ ഇന്ത്യയിലാണ് അന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് സംരക്ഷിച്ചത്. ഇപ്പോഴും അവരെ ഇന്ത്യ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ്. അപ്പം ഇത് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അമേരിക്ക അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ തകർത്ത് അവിടെ വന്നു. ഞാനീ പറഞ്ഞത്, ബംഗ്ലാദേശിൽ ഈ കലാപം ഉണ്ടാക്കുന്നതിന് ഷെയ്ഖ് ഹസീന പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം
ഷേഖ് ഹസീന പോലും ഒരു 10 ദിവസത്തെ കലാപം കൊണ്ട് അവിടുത്തെ ഭരണം പോകും എന്ന ഉദ്ദേശിച്ചില്ല. ഒരു ഏതാണ്ട് 16-17 കോടി ജനമേ ഉള്ളൂ അവിടെ. അതിനകത്തൊരു 4 ലക്ഷം പേര് ഉണ്ടെന്നാണ് പറയുന്നത്. 4 ലക്ഷം പേര് നമ്മൾ ഈ ചിത്രങ്ങളിലും അല്ലെങ്കിൽ ഈ ഇതിനകത്തൊക്കെ നോക്കുമ്പോൾ കാണുന്നില്ല. ഒരു 10,000 പേര് അല്ലെങ്കിൽ ഒരു 50,000 പേര് കൂടുതലൊന്നും ഈ റോഡിൽ പ്രക്ഷോഭകാരികളായിട്ടില്ല. അപ്പം ഇതിന് സാധിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ പട്ടാളവും പോലീസും എല്ലാം ഈ വിദേശ ശക്തികളുടെ അല്ലെങ്കിൽ അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ തീവ്രവാദികളുടെ ഒക്കെ അവരെ സ്വാധീനത്തിലായി അവരെ വിലക്കെടുത്തു. അപ്പം പിന്നെ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഭരണാധികാരിക്ക് നിയന്ത്രിക്കേണ്ടയും ആ രാജ്യത്തെ രക്ഷിക്കേണ്ട സംവിധാനങ്ങൾ മൊത്തം ശത്രുപക്ഷത്താവുമ്പോൾ അഴിഞ്ഞാടാനുള്ള സംവിധാനമായി. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പം ഈ ഒരുപക്ഷെ ഇവർ പോലും ഇത്രയും പെട്ടെന്ന് ഇത് സംഭവിക്കുമെന്നാണ്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യം, മോശമല്ലാത്ത രാജ്യമാണല്ലോ പട്ടാളത്തിന് നിലപാടെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. 4 ലക്ഷം പേരല്ലേ, 4 10 പേരെ വെടിവെച്ച് വന്ന് കഴിയുമ്പോഴത്തേന് തീരുന്ന വിഷയമുള്ളൂ. അതിന് വേണ്ടിയുള്ള അവരും വിചാരിച്ചിരുന്നില്ല. അപ്പം ഇതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അകത്തുള്ള ആളിനെ പിടിച്ചാണ് ആ രാജ്യത്തെ അരാജകത്വത്തിൽ കൊണ്ടുപോയത്. അത് മുസ്ലിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ മൊത്തവും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് പോകുന്ന മുസ്ലിം രാജ്യങ്ങളെ മൊത്തവും ഈ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിനെ ഉപയോഗിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെ. അപ്പോൾ അതിനകത്ത് സൗദിയും മറ്റ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ പരിധിക്ക് നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ വ്യവസായങ്ങൾ അവിടെ കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ട് അവരതിനെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് നിന്ന് അവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്ന ഒരവസ്ഥ. ബാക്കി അവർക്ക് അനുകൂലമല്ലാത്ത സ്വതന്ത്ര നിലപാടെടുത്തും ആ രാജ്യത്തിന് നിലപാടെടുത്തും പോകുന്ന മൊത്തം രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് എത്ര വലിയ സമ്പന്നമായിട്ട് പോകേണ്ട ഒരു അതിനെ നശിപ്പിച്ച് കൈ കൊടുത്തു. മ്യാൻമർ പിന്നെ അത്രയില്ലെങ്കിൽ മ്യാൻമറിനെയും ഒരു പരിവാക്കി. പിന്നെ ഇപ്പം പാകിസ്ഥാൻ എന്നേ ഇനി ഒരു സാമ്പത്തികമായി തകർന്നു പോയെന്നല്ല ഇപ്പം ഇറങ്ങി ജീവിക്കുകയാണ്. ഇനി ബംഗ്ലാദേശിൻ്റെ അവസ്ഥ അത് തന്നെ പറയും. ഞാനീ പറഞ്ഞത് ഏതാണ്ട് 1 കോടി ജനം ഔദ്യോഗികമായി നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിലുണ്ട് ബംഗ്ലാദേശികൾ. അനൗദ്യോഗികമായിട്ട് ഏതാണ്ട് 1 കോടി ജനം കാണും. നമുക്ക് കേരളത്തിൽ തന്നെ അറിയാമല്ലോ, പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന ആളുകളെന്ന് പറയുന്ന ഒരു 50% ആൾക്കാരും ബംഗ്ലാദേശികളാണ്. ഈ ബംഗ്ലാദേശികളുടെ ഒരു സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടെ കഴിയുന്ന ബംഗ്ലാദേശികൾക്ക് അവരുടെ സ്വഭാവത്തിനൊന്നും വ്യത്യാസമില്ല, തീവ്ര സ്വഭാവമുള്ളവർ തന്നെയാണ് അവർ. ബംഗ്ലാദേശികൾക്ക് പ്രത്യേക എത്ര മര്യാദക്കാരനാണെങ്കിലും ബാക്കിയുള്ളവരുടെ ബംഗ്ലാദേശികളെ പല അറബി രാജ്യങ്ങളും ഉൾക്കൊള്ളത്തില്ല. കാരണം ഇവർ ക്രിമിനൽസാണ്. അപ്പം ഇവരിവിടെ ഉണ്ടായിട്ട് ഒരു പ്രകടനം നടത്താനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്താനോ തയ്യാറാവാത്തതിൻ്റെ കാര്യവും അതിനെ കൂട്ടുപിടിച്ച് നടത്താത്തതിൻ്റെയും കാര്യം എന്ന് പറഞ്ഞാൽ മോദി എഫക്റ്റ് തന്നെയാണ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഈ പറയുന്നത് ഈ ജോണി ചോദിച്ചതുപോലെ ഇതുപോലെ ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ ആവർത്തിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉടലെടുക്കുമോ ഒക്കെ ഈ പ്രക്ഷോഭത്തിന് സമാനമായ പ്രക്ഷോഭമായിരുന്നു നമ്മുടെ ഖാലിസ്ഥാൻ വാദവുമായിട്ട് വന്ന കർഷക സമരം. കർഷകരുടെ കൂടെ ഖാലിസ്ഥാൻ വാദികൾ ആ കർഷക സമരത്തെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതിനകത്ത് നുഴഞ്ഞു കയറി കർഷകരുടെ താല്പര്യം എന്ന് പറഞ്ഞ് നുഴഞ്ഞു കയറി അവസാനം റെഡ് ഫോർട്ടിൽ നമ്മുടെ പതാക മാറ്റിയിട്ട് അവൻ്റെ പതാക ഉയർത്തി. ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ കർഷകന്റെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്ന ആളെന്തിനാ ഇന്ത്യയുടെ ദേശീയ പതാക മാറ്റിയിട്ട് ഖാലിസ്ഥാന്റെ പതാക ഉയർത്തത്? ഖാലിസ്ഥാന്റെ പതാക ഉയർത്തിയ ആൾ 2 മാസത്തിനൊക്കെ ഏതോ വാഹനം വന്ന് ഇടിച്ച് മരിച്ചു പോയത് ഇപ്പോഴും ദുരൂഹമൊന്നും തെളിഞ്ഞിട്ടില്ല. അത് വേറെ ഫാക്ടർ. അതുപോലെ സി എ സമരം നിങ്ങൾ കണ്ടില്ലായിരുന്നു. വിദ്യാർത്ഥി സമരമായിരുന്നല്ലോ. വിദ്യാർത്ഥി സമരത്തിൽ ആ വിദ്യാർത്ഥികളുടെ ഒരു ആർജവും ആ സമരത്തിൻ്റെ ഒരു ചൂടും, ആ സമരം പല സ്ഥലങ്ങളിലും ഉണ്ടായെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ച സമരം നടന്നു. ഡൽഹി കേന്ദ്രീകരിച്ച ആ സമരം നടന്നപ്പോൾ ആ സമരത്തിൻ്റെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ആ മുസ്ലിം സർവകലാശാലയുടെ പുറയിലുള്ള ഗ്രാമം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികൾ അനൗദ്യോഗികമായിട്ട് പാകിസ്ഥാനികൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഇന്ത്യൻ പതാക ഉയർത്താൻ പറ്റത്തില്ല, ഒന്നും വാർത്താമാധ്യമങ്ങൾ പറയുന്നില്ല അത്രയ്ക്ക്. പക്ഷേ ആ സമരം കുറച്ച് സമയമെടുത്തെങ്കിലും വളരെ കൃത്യമായിട്ട് ആരൊക്കെയാണ് പുനത്തിലിരുന്ന് ഈ സമരം നിയന്ത്രിക്കുന്നവരെ വരെ വെളിയിൽ ചാടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടൊരു സംവിധാനമുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇവിടെ ഇത്തരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പട്ടാളക്കാരെ അഗ്നിവീർ സമരം, ഈ അഗ്നിവീർ സമരത്തിനകത്ത് നമ്മൾ പരിശോധിച്ച അഗ്നിവീർ സമരം ഒരു സുപ്രഭാതം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടു. ട്രെയിനുകൾ കത്തിച്ചു, ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് വന്നു, വളരെ കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് കെട്ടടങ്ങി. അതിനകത്ത് പോയവനൊന്നും ജീവിതകാലത്ത് തിരിച്ചു വരാത്ത രീതിയിലാണ് പോയിരിക്കുന്നത്. കാരണം റെയിൽവേ ഉൾപ്പെടെയുള്ള കേസ് കോടാനുകൂടി രൂപ. അപ്പോൾ ഈ സമരങ്ങൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ആളുകൾ സപ്പോർട്ട് ചെയ്ത് പോയൊരു സംവിധാനമുണ്ട്. കാരണം കലാപങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 16 കോടി ജനമുള്ളിടത്ത് ഈ പറയുന്ന 3-4 ലക്ഷം ജനം വിചാരിക്കുമ്പോൾ 65% വോട്ട് മേടിച്ച് 271 സീറ്റ് ഉൾപ്പെടെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കലാപത്തിൽ കൂടി മറിക്കാൻ സാധിക്കുമെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യയിൽ 140 കോടി ജനമുണ്ട്. ഇതിനകത്ത് 1-2 കോടി ജനം മതി ഇത് സംവിധാനം ഉണ്ടാക്കും. പക്ഷേ അങ്ങനെ ആ ജനത്തിനെ കൊണ്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ പട്ടാളത്തെയും നമ്മുടെ പോലീസിനെയും നമ്മുടെ അധികാരത്തെയും ഒക്കെ ആരെങ്കിലുമൊക്കെ വിലക്കെടുക്കണം. അത് വിലക്കെടുക്കണമെങ്കിൽ ഇന്ത്യക്കകത്ത് ആൾ വേണം.
അപ്പം അവരുടെ സപ്പോർട്ടോടുകൂടി വിലക്കെടുപ്പ് ഇത് വളരെ ദീർഘകാലം കൊണ്ട് ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കലാപാഹ്വാനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പാർലമെൻറ്റിന് പുറത്ത് നമുക്ക് സമരം ഉണ്ടാവണം. ജനാധിപത്യ സംവിധാനത്തിൽ അല്ല, ഈ രീതിയിൽ പോയാൽ പോരാ. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് എന്താണ് ബുദ്ധിമുട്ട്? നമ്മളീ പറയുമ്പോൾ കഴിഞ്ഞ ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല നടക്കുകയാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്താണ് പ്രശ്നം? വിഭജനത്തിന് ശേഷം 4% ഇപ്പോൾ 16%. ഏറ്റവും സമ്പന്നമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടും ജീവിക്കുന്ന മുസ്ലിങ്ങൾ. എന്നിട്ട് അമേരിക്ക പറയുന്ന ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം പ്രീണനം നടക്കും. ജനാധിപത്യ സംവിധാനമില്ല ഇവിടുത്തെ. അതായത് ഈ നരേന്ദ്രമോദിയുടെ 10 കൊല്ലത്തെ ഭരണം ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഡോളറിനെ കയറി കൈവച്ചാൽ അമേരിക്ക വിടത്തില്ല എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമുള്ള ഈ ബോർഡറിൽ ഇരിക്കുന്ന രാജ്യങ്ങളെ മൊത്തം അസ്ഥിരപ്പെടുത്തി നമുക്കെതിരായിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. മനസ്സിലാവും. നമ്മൾ അമേരിക്കയുടെ വീറ്റോയ്ക്ക് നമ്മൾ നിന്ന് കൊടുത്തു. റഷ്യയിൽ നമ്മൾ ക്രൂഡ് ഓയിൽ മേടിച്ചു. അവന്മാർ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് കച്ചവടം ചെയ്തു, കടലിൽ വെച്ച് കച്ചവടം ചെയ്തു. നമ്മൾ ആവശ്യത്തിന് സംഭരിച്ച് നമ്മൾ വിനിമയം നടത്തി, അല്ലെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അത് അമേരിക്ക പറയുന്നത് കേൾക്കാത്ത. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഡയറക്റ്റ് കയറി ഈ ചെറിയ രാജ്യങ്ങളെ അടിക്കാൻ പറ്റുന്ന അതേ അവസ്ഥയിൽ അടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അമേരിക്ക ഈ തെരഞ്ഞെടുപ്പിന്, നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അമേരിക്ക കൃത്യമായിട്ട് ഇതിനകത്ത് ഇടപെട്ടു. നമ്മുടെ പല കാര്യങ്ങൾക്കകത്തും അമേരിക്ക അനവസരത്തിൽ അഭിപ്രായം പറയുന്നുണ്ടാവും. അനവസരത്തിൽ അഭിപ്രായം പറയുന്നത് പറഞ്ഞാൽ കെജ്രിവാളിൽ പിടിച്ച ഒരു നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ അത്രയുള്ള ഒരു സംസ്ഥാനമാണ്, സ്വതന്ത്ര സംസ്ഥാനം പോലും അല്ല. അയാളെ പിടിച്ചകത്തിട്ടപ്പോൾ ജർമ്മനിയും അമേരിക്കയിലെ അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പം അതുപോലെ ചില നമ്മുടെ കോടതികളിലെ ചില ജഡ്ജിമാർ കെജ്രിവാളിൻ്റെ ജാമ്യം നമുക്ക് പരിശോധിക്കരുത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ആൾ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ചില വിദേശ സന്ദർശനമൊക്കെ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. കാരണം അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണ്, ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അമേരിക്കയിൽ പോയപ്പോൾ വൈറ്റ് ഹൗസ് സന്ദർശിച്ചു. വൈറ്റ് ഹൗസ് സന്ദർശിച്ചാൽ അത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടല്ല സന്ദർശിച്ചത്. അതുപോലെ ഇന്ത്യക്ക് അവിടെ നിന്ന് ഇന്ത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും സ്ഥിരം പോസ്റ്റ് ഇടുകയും ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന പല ആൾക്കാരുമാണ് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി നിന്നത്. അതുപോലെ ഈ ബംഗ്ലാദേശ് കലാപം ഓപ്പറേറ്റ് ചെയ്ത അമേരിക്കയിലെ ഒരു സെക്രട്ടറി, അതായത് അവിടുത്തെ മന്ത്രിക്ക് വിളിയായിട്ട് അദ്ദേഹമായിട്ട് ഇദ്ദേഹം ബന്ധപ്പെട്ടു. അപ്പോൾ പല കാര്യങ്ങൾക്കകത്തും പല സംശയങ്ങൾ നമ്മൾക്ക് വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യക്കകത്ത് നാളെ കാലത്തെ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രി അത് രാഹുൽ ഗാന്ധി ആണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. കാരണം പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാമ്പഴം കൊടുത്തില്ലേ, ശശി തരൂരിന് കൊടുത്തില്ലേ. ഇവിടുത്തെ അത് കഴിഞ്ഞിട്ട് ഒരു 7 MP മാമ്പഴം ഹൈക്കമ്മീഷൻ അയച്ചു കൊടുത്തു. ഈ പ്രധാനമന്ത്രിക്ക് എന്താ മാമ്പഴം കൊടുക്കാഞ്ഞേ? ഇലക്ഷൻ സമയത്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് കലാപം ആഘോഷിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്ത പാകിസ്ഥാനിൽ നിന്ന് മാമ്പഴം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് UP-യിലെ മാമ്പഴം ഇഷ്ടമല്ലെന്നാണ് നേരത്തെ പറഞ്ഞത്. പാകിസ്ഥാനിലെ മാമ്പഴം പുള്ളിക്ക് അയച്ചു കൊടുക്കുക, അത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഇപ്പോൾ റോ അന്വേഷിക്കും. ഇതേ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് സ്ഥിരമായിട്ട് ബന്ധം പുലർത്തുകയും അദ്ദേഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഇലക്ഷൻ സമയത്ത് മുൻ മന്ത്രി ആയിട്ടുള്ള ഒരാൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നേതാവായിട്ട് അദ്ദേഹം തിരിച്ചുവിടും, രാജകുമാരനായിട്ട് തിരിച്ചു വരും. അപ്പം ഇന്ത്യക്കകത്ത് ഞാനീ പറഞ്ഞത്, ഇന്ത്യക്കകത്ത് ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് ഇപ്പം ആ ശ്രമത്തിന് ആക്കം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് BJPക്ക് സീറ്റ് കുറഞ്ഞപ്പോൾ കാശ്മീർ ഉൾപ്പെടെയുള്ളിടത്ത് പ്രശ്നമുണ്ടാകുകയും അതിനോടനുബന്ധിച്ച് ചില അനുകൂല പ്രസ്ഥാനങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടാകും. ഇതൊന്നും ഇവിടെ നടക്കാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് മുൻ പരീക്ഷിച്ച പരീക്ഷണങ്ങൾ വന്നതുകൊണ്ടും അതിനൊക്കെ നേതൃത്വം കൊടുത്ത SDP വേറെ അതാണല്ലോ PFI പോലുള്ള നേതാക്കന്മാരെ പിടിച്ചകത്തിട്ടതും നിരന്തരമായിട്ട് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇവർ അതിന് മുതിരാത്തത്. പക്ഷേ അതിനുള്ള കോപ്പുകൂട്ടലുകൾ ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ആ കോപ്പുകൂട്ടലുകൾ എല്ലാം അജിത് ഡോവലിനെ പോലെയും അമിത്ഷായെ പോലെയുള്ള നരേന്ദ്രമോദിയെ പോലെയും ഭരണാധികാരികൾ കണ്ടെത്തി പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. എന്നിട്ടും കേരളത്തിൽ തലശ്ശേരിയിൽ ഇന്നലെ അനുകൂലമായിട്ട് നൃത്തവും പ്രകടനമൊക്കെ നടന്നു, മനസ്സിലായി. അതുപോലെ ഹമാസിൻ്റെ നേതാവിനെ കൊണ്ടപ്പോൾ പ്രതിഷേധ പ്രകടനം കോഴിക്കോട്ട് നടന്നു. അപ്പം ഏറ്റവും ഇങ്ങനത്തെ ഒരു അവസരം വന്നാൽ ഏറ്റവും ആദ്യം അത് തുടങ്ങുന്നതും ഏറ്റവും മുമ്പിൽ അത് കൊണ്ടുകയറുന്നതും കേരളമായിരിക്കും എന്നുള്ളതിന് തെളിവുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട്
കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിനും ഇവിടുത്തെ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും അറിയാം മോദി മോശക്കാരനല്ല, മോദി പ്രബലൻ തന്നെയാണ്. ആവശ്യം വരുമ്പോൾ മോദി സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും അതിനുവേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. വീണ്ടും മോദി ഒരു പരീക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടുണ്ട്. 2 മാസമായപ്പോൾ വഖഫ് ബോർഡിനോടനുബന്ധിച്ച് ഇവിടുത്തെ മുസ്ലിം സംഘടനകളെ സ്വരൂപിച്ച ഒരു സമരത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു തയ്യാറെടുക്കുന്നുണ്ട്. ആ സമരം എത്രത്തോളം വരുമെന്നും ആ സമരം വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ നേരിടുമെന്നും സമരം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ BJPയും അതിനെ എങ്ങനെ നേരിടുമെന്ന് രാജ്യവിരുദ്ധ ശക്തികളും നോക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരിക്കും. ആ സമരം കൂടെ കഴിയുമ്പോഴത്തേന് ഏകദേശം ബോധ്യമാകും എന്ന് വിചാരിക്കാം. ഏതായാലും ഒരു കാര്യം, 2 കോടി ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ടായിട്ടും, ഒരു കലാപത്തിനുള്ള ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ടായിട്ടും രാജ്യത്തുടനീളം ഈ ഓപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടന്നതിൻ്റെ പ്രകടനങ്ങൾ നടന്നെങ്കിലും ഇന്ത്യയിൽ നടന്നില്ല. അത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി കരുത്തനാണെന്ന് കണ്ടുകൊണ്ടാണ്, നടന്നാൽ ഒരു നടക്കൊന്നും പോകത്തില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.